നമുക്ക് വത്ത വെച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് വലിയൊരു പീസ് വത്തയാണ്. അതിൻ്റെ കുറച്ച് ഭാഗം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കണേ. അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പാലാണ്. നല്ല കട്ടി പാൽ തന്നെ ചേർത്ത് കൊടുക്കുക. അതായത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റോസ് സിറപ്പാണ്. ഈ റോസ് സിറപ്പ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ മതി, അധികം കൂടുതലൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. അതായത് നമുക്ക് ഫലൂദ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. അതായത് സബ്ജ സീഡ്സ്, അത് കുതിർത്ത ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വത്തക്ക വെള്ളം റെഡി. എത്ര സിമ്പിളാണല്ലേ. ഇപ്പോൾ നല്ല ചൂട് ടൈമില്ല, അപ്പോൾ ചൂട് ടൈമിനൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോമ്പ് മുറിക്കുന്ന ടൈമൊക്കെ എടുത്തിട്ട് സെർവ് ചെയ്യാൻ ബെസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിപ്പോൾ ഇത് ഐസൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.